5. നമ്മളിന്ന് പോകാൻ പോകുന്നത് ഫ്രെയിംസ് കേവിലേക്കാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്റ്റേ ഒക്കെ കഴിഞ്ഞു. ഇതൊരു 20 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് ഇതാണ് നമ്മുടെ കേവിലേക്ക് പോകാനുള്ള വഴി. ഭയങ്കര പൊടിയും ഓണത്തിലോടെ വഴി നോക്കി. ഇതാണ് ആ ഒരു ഹൈവേ നിന്നിട്ട് കട്ട് ചെയ്ത് നമ്മൾ കേവിലേക്ക് പോകുന്ന അടുത്ത റോഡ്. നിങ്ങളിവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്നെങ്കിൽ ഒരു ബൈക്ക്, ഒരു ഓഫ് റോഡ് എടുക്കാൻ പറ്റുള്ള ബൈക്ക് കയ്യിലുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ച് ബെറ്റർ. ഇങ്ങനത്തെ സ്ഥലത്ത് വരുമ്പോൾ ഡൗക്കി, പിന്നെ അതാണ്ട് ഈ ഒരു കേവ് ഒക്കെ വരുമ്പോൾ ബൈക്കാണ് ബെറ്റർ. ബൈക്കിനെക്കാട്ടിയിട്ട് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാറാണ്, പൊടിയടിക്കാതെ വരാം. ഇതാണ് നമ്മുടെ ഡ്രൈവർ വിഷ്ണു. എന്താടാ എടാ എങ്ങനെയുണ്ട് റോഡ്? അനുവില്ല വെള്ളം പൊട്ടി അനുടാ താടി നോക്കി പൊടി. അനു താടി മൊത്തം പൊടി. ഫ്രഞ്ച് പീപ്പിൾസിന്റെ താടി പോലൊക്കെ ഊരുമ്പോ കാണാം നമ്മുടെ നമുക്ക് ലെഫ്റ്റും കാണും റൈറ്റും കാണും. ഞങ്ങൾക്ക് ചോദിച്ചു നോക്കാം. ഭയ ഭയ കേവ് 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 എടാ കേവ് കേവ് ക്രൈം കേവ് that way. Crime ship.
Cave. Okay. Thank you. Okay. Cave. Okay. Thank you, Bhaiya. Thank you. Guys, വലത്തോട്ടുള്ള വഴിയിലാണ് നമുക്ക് പോകേണ്ടത്. പോരാ. വഴി കൂടെയാണ് വന്നത്. ആ കാണുന്ന വഴി അവിടെ നിന്നുകൊണ്ട് നേരെയാണ് പോകേണ്ടത്. വഴി തെറ്റി പോവല്. ഈ ഒരു സ്ഥലത്ത് വരുമ്പോൾ ലോറിയൊക്കെ ഇങ്ങനെ ഇട്ടേക്കുന്നത് കാണാം. പറഞ്ഞതാ ഇവ ഫ്രഞ്ചായി. അനുവിൻ്റെ താടി, അനുവിൻ്റെ ബാഗ്, ഇത് റഫീഖ് മോൻ്റെ ടീഷർട്ട്. പുതിയ ടീഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങിയതാണ് കേവിലേക്ക് പോവാൻ. കണ്ണാടിയൊക്കെ നോക്കിയേ, ഇതിൽ കൂടുതൽ പണി ഉള്ളിൽ പോയിട്ടുണ്ട്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ തൊട്ടടുത്തുള്ള ഒരു കടയിലാണ് കയറിയത്. കടയിൽ നിന്ന് കുറച്ച് സാധനം, ഇതാണ് അവിടുത്തെ കട. ഇതാണ് അവിടെ സുന്ദരികളായ 2 പെൺകുട്ടികൾ തലയിൽ പൂവൊക്കെ. ഇതാണ് കടയുടെ ഉൾവശം. ഗൈസ്, നമ്മൾ വീട്ടിൽ ചോദിച്ചപ്പം പറഞ്ഞത് വെള്ളം നിറഞ്ഞിട്ട് നമുക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പം അതിൻ്റെ അടുത്ത് തന്നെ ഒരു വാട്ടർഫാൾ ഉണ്ട്. അത് തന്നെയാണ് സംഭവം. വാട്ടർഫാളും അത് കഴിഞ്ഞിട്ട് തന്നെയാണ് കേവും. അപ്പോൾ പോകാൻ വേണ്ടി 2 ലൊക്കേഷൻ ഉണ്ടെന്നാണ്, 2 വഴി ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ സ്ട്രൈറ്റ് വഴിയാണ് വന്നത്. നമ്മൾ അത് ചോദിച്ചു നോക്കാം. ദിസ് വേ ഹൗ മച്ച് ഡിസ്റ്റൻസ് ഫ്രം ഹിയർ? ഇതാണ് ട്രക്കിങ് തുടങ്ങുന്നത് ഇവിടെ വെച്ചിട്ട്. നമ്മൾ അവിടുത്തെ കടയിൽ നിന്ന് കുറച്ച് ബിസ്ക്കറ്റും പിന്നെ കയ്യിലുള്ള വെള്ളവും ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 വഴിയുണ്ട്. നമ്മളത് ഇതിലേക്കുള്ള വഴിയിലാണ് പോയി നോക്കാൻ പോകുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ഗൈഡിനെ വെച്ചിട്ട് പോകണം എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷെ നമ്മൾ ഗൈഡ് ഇല്ലാണ്ട് തന്നെ നമ്മൾ പോയി നോക്കുകയാണ്. സക്സസ്ഫുൾ ആവില്ല നമുക്ക് അറിഞ്ഞൂടാ. എന്തായാലും നമ്മൾ പോവുക, നോക്കുക, കാണുക. 8 किलोमीटर होगा. 8 किलोमीटर? हाँ, तो अभी तो कम से कम आप 1.5 घंटा या 2 घंटा सोचो. आपका ऊपर में डिपेंड करता है. हम जाएगा तो 1 घंटा भी पहुँचेगा क्योंकि तो हम पूरा हैबिट हो गया घर में. लेकिन आपके लिए तो शायद नो प्रॉब्लम. ओके, वी विल फॉलो यू. नहीं, हम अभी ना नीचे जाएगा, काम करने जाएगा. उधर नहीं जाएगा. वाटरफॉल में ना ये मेन रोड जाएगा पूरा नीचे में. उधर चौक का रास्ता है, ब्रिज है, उस पार में जाना पड़ेगा. क्योंकि वाटर में जहाँ अभी नहीं जा सकता क्योंकि पूरा पानी भरा हो गया. इसलिए मतलब ब्रिज से जाना पड़ेगा. എന്താണ് അവർ പറയുന്നത്? ഈ റോഡിൻ്റെ അറ്റത്ത് ഈ വണ്ടി പോയത് കേരള. എന്താ പറയുന്നത്? നടന്നു ഈ റോഡിൻ്റെ അറ്റത്ത് ഒരു പാലമുണ്ട്. നേരത്തെ വെള്ളത്തിൽ കൂടെ ക്രോസ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പൊ വെള്ളം വന്നിട്ട് ഒരുപാട് ഗൈഡ് जो आपके साथ जाएगा, मतलब रास्ता दिखाएगा. क्योंकि रास्ता बहुत आगे में बहुत रास्ता है, उधर വേണ്ട. കുറേ വഴിയുണ്ട്. ഒരു അടയാളമായിട്ട് എന്തോന്ന് ചോദിച്ചേടാ? ഒരു അടയാളം ആയിട്ട് എന്തോ ഒരു അടയാളമായിട്ടേ
ആ ലൊക്കേഷനിൽ കാണുന്നത് എത്തുന്നത് എങ്ങനെ അറിയുന്നതെന്ന് ചോദിച്ചോ. ये रोड का एंड पर है। हाँ ये रोड ना बस मतलब बारिश समय नहीं होगा, ये पूरा गाड़ी जाएगा पूरा वाटरफॉल में। ओके। अभी तो बारिश गिर गया तो पानी भी उधर जो आ रहा है वो इधर बड़ा हो गया, तो फिर भी ये रास्ता मतलब पानी खासे खत्म हो गए, ये गाड़ी कोई नहीं जाएगा। तो सोचो अभी जाएगी आप पूरा नीचे में, तो उधर में मतलब शॉर्टकट है। हाँ छोटा रास्ता उधर जाना पड़ेगा। हाँ शॉर्टकट, ये बड़ा रास्ता जाएगा पूरा बड़ा नदी में आएगा, तो उधर तो नहीं जा सकता। तो उधर छोटा रास्ता जो खाटुम बस्ती उधर में गाँव है ना, कितना डिस्टेंस के बाहर है वो छोटा रास्ता। सोचो नीचे में जाओगे फिर जैसे बालू बालू जो घर बनाता है ना, बालू बोलता है उसको, छोटा छोटा घर बनाता है, ईट पत्थर लगता है ना ये, तो वो उधर स्टॉप कर रहा है। वो उधर में एक शॉर्टकट है, उधर एक रास्ता है। हाँ उधर मिलेगा वो कारण लाइन है। हाँ ये लाइन है लगा, तो ये लाइन ऐसे जाएगा, उसको देख के आप जाओ। ഇതോടെ പറഞ്ഞേക്കുന്നത്. उसको देख के ना नीचे में इधर ऐसे भी जाती है। हाँ താങ്ക് യു ഭയ്യ, താങ്ക് യു. जब ये आएगा ना हाँ तो अभी ये लाइन उधर जाएगा, आप भी उधर जाओ, ഓക്കെ ഓക്കെ. रास्ता मिलेगा। नहीं तो रास्ता नहीं मिलेगा, ये रास्ता बीच नहीं है। रास्ता केरला से आया उधर से, कितना दिन आपका घूमने उधर में? ടോട്ടൽ 13. 5 दिन घूमने के लिए। 5 दिन। आप स्टूडेंट है या वर्किंग? वर्किंग। അപ്പോൾ അവർ പറഞ്ഞേക്കുന്നത് ഈ കാണുന്ന റൈറ്റ് സൈഡിലൊരു ലൈൻ പോയിട്ടുണ്ട്, കറണ്ടിൻ്റെ ആയിരിക്കും. അപ്പോൾ ആ ലൈന് ഫോളോ ചെയ്ത് അങ്ങ് പോയാൽ മതി, നിങ്ങൾക്ക് അവിടെ എത്താം എന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും പോയിട്ട് നോക്കാം. ആ കാണുന്ന ഒരു പോയിന്റിലാണ് നമ്മുടെ ഫാൾസിൻ്റെ അകത്തേക്ക് പോകുന്നത്. നമ്മൾ 1 മണിക്കൂറത്തെ ട്രക്കിംഗ് ഉണ്ട് എന്തായാലും. അപ്പോൾ 1 മണിക്കൂർ ട്രക്കിങ് അറിഞ്ഞിട്ട് തന്നെയാണ് വന്നത്. ഏതാണ് വെള്ളം അവിടെ വെച്ചിട്ട് ഇപ്പോൾ എടുക്കാത്തപ്പോൾ നമ്മുടെ കുറ്റമല്ലല്ലോ. 100 മീറ്റർ അപ്പുറത്തേക്ക് പോകാൻ അവിടെ ചെന്നൈ കുഴപ്പമില്ലടാ. സത്യം പറഞ്ഞുണ്ടല്ലോ, ഇനി അപ്പോൾ ഈ ഒറ്റയ്ക്ക് ജംഗിളിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇനി 1 ലിറ്റർ വെള്ളത്തിൽ കൂടുതലൊന്നും ക്യാരി ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നീ സിപ്പ് ചെയ്താണ് കുടിക്കുന്നത്. മീൻസ് ട്രാവലിങ് നമ്മൾ ഈ സ്പോർട്സ് ആക്ടിവിറ്റി ചെയ്യുന്ന കണക്ക് കൂട്ടേ വേണ്ട, ദാഹിക്കുന്ന വെള്ളം കുടിക്കുന്നത് അങ്ങനെ ഒരിക്കലും കൂട്ടല്ലേ. നമ്മൾ അത്ര വരുമ്പോഴത്തേക്ക് എടുത്തിട്ട് സിപ്പ് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ബാഗും അതിൽ ഓരോ ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ അതിന് ആവശ്യമുള്ളത് കുടിക്കുക. അപ്പോൾ നമ്മുടെ സാഹചര്യം വെച്ചിട്ട് നമുക്ക് തിരിച്ച് പോയാലും കുറച്ച് വയ്ക്കാനുള്ളതൊക്കെ ഉണ്ട്, അങ്ങനെ വേണം കുടിക്കാൻ. ഇതേ ഏത് റോഡിലാ കിടന്നതന്നെ നീ കണ്ട ഈ സാധനം നിനക്ക് ഇന്ന് കിട്ടത്തില്ലായിരുന്നു, ഇന്നത്തെ ദിവസം പോയനാ നിന്റെ. നീ എന്തോ ഭാഗ്യത്തിന് ഞങ്ങളുടെ ഫ്രണ്ടിൽ കയറി പോയപ്പോ തറയെ കിടക്കുന്ന കണ്ടതാ, തറയെ കിടക്കുന്ന. അത്രയും ബാഗും ഫോണും ഒക്കെ പിടിക്കുമ്പോൾ തരത്തില്ലേ? അവർ പറഞ്ഞതിന് കാര്യമുണ്ട്. ഇതേണ്ട അവർ പറഞ്ഞു ഞങ്ങൾ പോവുകയാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് എത്തും, നിങ്ങൾ പോവുകയാണെങ്കിൽ 2 മണിക്കൂർ എടുക്കും എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. അതുകൊണ്ട് ഇത് അവർ നടന്ന് അവിടെ എത്തി, നമ്മൾ ഇത്രയും ഡിസ്റ്റൻസ് തന്നെ ഇവിടെ നിൽക്കുവാണ്. എന്താ പുള്ളി പറഞ്ഞേ ഇവിടെ വെള്ളം നിറഞ്ഞിട്ടേ വെള്ളം മഴ പെയ്ത് മൊത്തം കുളമായി കിടക്കുക. അല്ലാത്ത നവംബർ ഡിസംബർ മാസത്തിലൊക്കെ ജിപ്സി ബൊള്ളറായിട്ട് ഈ ഓഫ് റോഡ് വഴി വണ്ടി കാരണവർക്ക് നടക്കാൻ പോലും പറ്റത്തില്ല, ഒരു വണ്ടി പോലും പോകുന്നില്ലെന്ന്. മഴ പെയ്തത് മൊത്തം കുളമായില്ലേ, വണ്ടി പോകുന്നില്ലെന്ന്. അപ്പോൾ വണ്ടി വെച്ചിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകാനാണെങ്കിൽ ഡിസംബർ ജനുവരി ഫെബ്രുവരി ആ ഒരു മാസമൊക്കെ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ക്രൈം ഷിംഫ് അങ്ങനെ ആയിരിക്കാം, അതല്ലേടാ പേരെന്തോ? ആ അത് തന്നെ. അങ്ങോട്ടേക്ക് വരുമ്പോൾ ലൊക്കേഷൻ പ്രോപ്പർ ടൈം ആയിരിക്കും, അല്ലെങ്കിൽ ഇതേപോലെ നടക്കണം. എന്താണ്ട് റഫീക്ക് 2 കവറുണ്ട്, എന്നാലും ഫോൺ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ആനന്ദിച്ച് നടക്കുന്നു.
സത്യം പറഞ്ഞാൽ ഈ ഒരു ഇത്രയും കാട്ടിൽ ഈ മേഘാലയത്തിലാണെന്ന് തോന്നുന്നു ഇങ്ങനെ നമുക്ക് ഒറ്റയ്ക്ക് ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പായിട്ടാണെങ്കിലും സോളോ ആയിട്ടാണെങ്കിലും ഇറങ്ങാൻ പറ്റുന്നത്. കാര്യം പേടിക്കാനും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് എൻട്രിയും ഉണ്ട്, നമ്മളെ മൃഗങ്ങളും ഇല്ല, നമ്മൾ സൂക്ഷിച്ചങ്ങ് പോയാൽ മതി. ഈ ലൈൻ കമ്പി ഫോളോ ചെയ്ത് ഇങ്ങനെ പോയാൽ മതി. ആ റോഡ് കയറിയിട്ട് ഇടത്തോട്ടുള്ളൊരു കട്ട് ചെയ്തിട്ടുള്ള റോഡ് കയറി അതുകൊണ്ട് ഇങ്ങനെ പോകുകയാണ്. ഇത് നമുക്ക് ഇവിടെ വെച്ചിട്ട് കിട്ടിയതാണ്. അത് ഇൻസ്റ്റാഗ്രാം ID ഒക്കെ മെൻഷൻ ആക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. ശരി, അവിടെ ചെല്ലുമ്പോൾ കാണാം. നമ്മളവിടെ കൊണ്ടുപോകുന്നില്ല. നമ്മളെ വൺ സൈഡ് അല്ലേ, ഹാഫ് പൈസ മതിയാണ്. പക്ഷെ അവന് ഇങ്ങോട്ട് കാണാൻ കൊണ്ടല്ലേ വരുന്നത്. അപ്പൊ അവരെ അങ്ങോട്ട് കൊണ്ടുപോകണ്ടേ? ഞാനേ ഹൈദരാബാദിൽ നിന്നപ്പോഴേ ആ പാലം നമ്മളടുത്ത് വന്നപ്പോൾ കണ്ട രണ്ട് ഭായിമാർ നമുക്ക് പറഞ്ഞു തന്ന അടയാളമാണ്. ഈ ഒരു കറണ്ട് കമ്പി നോക്കി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അടയാളം എന്ന് പറയുമ്പോഴേക്ക് പാലമാണ്. നമ്മൾ ആ കാണുന്നത് പാലമാണ്. അവർ നമ്മൾ അതേപോലെ ആ എവിടുന്ന വളയണ്ടെന്നുള്ളതിന് വേണ്ടി അവിടെ ഒരു സ്റ്റിങ്ങിന്റെ കുപ്പി വെച്ചിരുന്നു. അവരെ കണ്ടില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മള് നേരെ പോയി വേറെ വല്ലതും പോയി കയറി. വാർത്തയ്ക്ക് ഇതാണ് ആ പാലം. ആരും ടയേർഡായിട്ടില്ല വലുതായിട്ട്. ഇതാ റഫീഖ് പറയുകയാണ്, ആ നോൺഗ്രേറ്റ് വില്ലേജിൽ 3500 പടി പുഷ്പം പോലെ ഇറങ്ങിയ റഫീഖിനാണ് ഈ ഒരു സ്റ്റെപ്പോ. നമ്മളവിടെ നിന്ന് കണ്ട ഒരു ലൈൻ കമ്പി ഇതാ ഇവിടെ വരേക്കും ഉണ്ട്. അതേ ഇത് നോക്കി തന്നെയാണ് നമ്മൾ പോകുന്നത്. ഓരോരുത്തർ പറഞ്ഞു പാലം, സീൻ പാലം പിടിക്കാൻ പോലും നേരെ. എന്തോടെ എന്താ പറ്റി? അനു സൗണ്ടൊക്കെ കേൾക്കുന്നത്. ജീവന്മാരുടെ പുറട്ടായി.
വരുമ്പോൾ നമുക്കിതാ ഇവിടെ കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇതിലെയാണ് പോകേണ്ടത്. നമ്മൾ വന്ന വഴി കയറി വരുമ്പോഴാണെങ്കിൽ ഇതാ മുകളിലത്തെ ഈ ഷോപ്പിൽ നമുക്ക് അത്യാവശ്യം ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് മേടിക്കാം. അതുകൊണ്ട് വെള്ളവും റീഫിൽ ചെയ്ത് ബിസ്ക്കറ്റും മേടിച്ച് നമ്മൾ നേരെ പോവുകയാണ്. വഴി വെച്ച് കിട്ടിയ ഒരു ഉപായമാണിത്. നമ്മൾ വന്ന പ്രോപ്പർ തന്നെയാണ്. നീ ആ വടിയൊന്ന് മാറ്റി. നീണ്ട 2 മണിക്കൂറത്തെ പരിശ്രമം. എന്താണ് അവിടെ ഇത്രയും ഉള്ളത് എന്നുള്ളത്. യെസ്, ആ സാധനമല്ലേ ഇത്. Coming here. Not guide. We don't have any guides. Not guide. But some man in the top took advantage of me. കറിഞ്ഞ റെസ്റ്റ് പോയിന്റ്. ഇതാണ് ഇവിടുത്തെ ആക്ടിവിറ്റീസ് ഉള്ളത്. ഇവിടെ നിന്നൊരു 15 മിനിറ്റത്തെ യാത്രയാണ്. നമ്മളതാണ്ട് നടന്ന് ഇനി ഏകദേശം എത്താറായി. അതിൻ്റെ ഒരു അടയാളമെന്ന് തോന്നുന്നു. ഒപ്പം ചെളി നിറഞ്ഞ വഴിയാണ്, ചെളിയും വെള്ളവും. ഇപ്പോൾ കുറച്ച് വെയിൽ കുറഞ്ഞ് തണൽ കിട്ടിയപ്പോൾ നല്ല ആശ്വാസമുണ്ട്. നമ്മുടെ കൂടെയുള്ള 2 പേര് പയ്യനെ വരുമോ. അങ്ങനെ നമ്മൾ ഏകദേശം ഇവിടെ നിന്നിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നുണ്ട്. നേരെ കുത്തനെ കിടക്കുന്നൊരു വഴിയാണ്. ഇതുവഴിയാണോ എന്ന് അറിഞ്ഞുകൂടാ. പോയി നോക്കുവാണ്. നമ്മുടെ ഈ ഫാളിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ താഴോട്ട് പോവുകയാണ്. ഇതുവരെ കണ്ടിട്ടുള്ളതിൽ നല്ല റിസ്ക് വഴി. എന്താണ് ഇതിന്റെ പേര്? എന്താണ് ഇതിന്റെ പേര്? എന്താണ്? അടിപൊളിയാണ്, ഒരു വെറൈറ്റി ആണ്. ബാക്കിയുള്ള വാട്ടർഫാൾ വെച്ച് നോക്കിയിട്ട് ഈ ഒരു വാട്ടർഫാൾ നല്ല വെറൈറ്റി ഉണ്ട്. കാണാനും അതേപോലെ തന്നെ എത്തിച്ചേരാനും നല്ല വെറൈറ്റി ആണ്.
നമുക്ക് താണ്ടി ഇതിൻ്റെ ടോപ്പിൽ കയറാം. ഇതിൻ്റെ ടോപ്പിൽ കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ കിട്ടും. നോക്കണോ അണ്ണനെ എവിടെ നിൽക്കുന്നത് നോക്കണോ? എങ്ങനെയുണ്ടാ വ്യൂ? എടാ വ്യൂ എങ്ങനെയുണ്ടാ? 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 അടിയോ അപ്പോൾ നമ്മളെത്തിയതിന് ശേഷം കുറച്ച് ആൾക്കാരും കൂടെ വന്നിട്ടുണ്ട് ഇവിടെ. അവര് ഇപ്പോൾ വന്ന ടീംസാണ്. ഞങ്ങളെ കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് സമാധാനമായി. ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന കുക്കുംബർ കഴിക്കുവാണ്. ഇനി നമ്മൾ അടുത്ത എങ്ങോട്ടാ പോകാം? അങ്ങനെ നമ്മൾ ക്രൈംഷിം ഫാൾസിലെ സംഭവങ്ങളൊക്കെ കണ്ട് നേരെ ക്രൈംഷിം കേവിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് ഏകദേശം ഒരു 15-20 മിനിറ്റത്തെ ട്രക്കിംഗ് ഉണ്ട്. അപ്പോൾ ഏകദേശം എത്തിയെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ പോയാൽ നമുക്ക് അവിടെ എത്തും. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 5 മിനിറ്റ് കൂടെ ഉള്ളതെന്ന് തോന്നുന്നു. കയറി നോക്കാം. രണ്ട് സ്റ്റിങ് അടിച്ചിട്ട് പോകാൻ നോക്കാം. അതെ അടുത്ത കയറ്റമാണ്. അതെ എല്ലാവരും പാറ മക്കളെ കേറ അങ്ങോട്ട്. എന്താ കുഴപ്പമെന്ത്? നമ്മുടെ എന്തോ മോട്ടിവേഷൻ എന്തോ? ആ അത് തന്നെ. വാ കേറ്. സ്റ്റിങ് എനർജി, സ്റ്റിങ് എനർജി, ആ സ്റ്റിങ് എനർജി, ആ സ്റ്റിങ് എനർജി, സ്റ്റിങ് എനർജി. എന്താ വാങ്ങോട്ട് സ്റ്റിങ് എനർജി പറഞ്ഞാൽ മതി. സ്ട്രിങ് ഷോക്ക് അടിച്ചാടാ. ഗായ്സ് നിങ്ങളിത് കാണൂ. ഈ ഒരു പ്രായത്തിലെ കഷ്ടപ്പാടുകൾ മേഘാലയം എക്സ്പ്ലോർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറുപ്പക്കാരൻ നോക്കട്ടെ. അവനെ അതിന്റെ കാലിനെ കുഴപ്പം, നീ തലക്കടിച്ചിട്ടല്ലേ. പൂഷിക്കോ. സ്റ്റിങ് എനർജി, സ്റ്റിങ് എനർജി, സ്റ്റിങ് എനർജി, സ്റ്റിങ് എനർജി. ഗൈസ് തിരിച്ച് റിട്ടേൺ പോകുമ്പോഴത്തേക്കാണ് നമ്മൾ പൊട്ടിക്കാതെ വെച്ചിരിക്കുന്നത്. കാണിച്ചു തരാം എന്താണ് സംഭവം എന്നുള്ളത്.
ഗായ്സ് കുത്തനെയുള്ള കയറ്റമാണ്. നല്ല ഡിഫിക്കൽട്ടാണ് കാല് വയ്യാത്തവർക്ക് പ്രത്യേകിച്ച് ഇത് എക്സ്പ്ലോർ ആക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ പറ്റുന്നതിന് മുന്നേ വന്ന് എക്സ്പ്ലോർ ആക്കിയിട്ട് പോവുക. പിന്നെ ഇതേപോലെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ഓൾറെഡി വിസിറ്റഡ് ആക്കിയല്ലോ, ഒരു തവണയെങ്കിലും കാണാൻ പറ്റിയല്ലോ എന്ന് നമുക്ക് ലൈഫ് ടൈം വരെ ആശ്വസിക്കാം. നമ്മൾ താഴെ നിന്ന് ആൾക്കാരോട് ചോദിച്ചപ്പോഴത്തേക്ക് അവർ 10 മിനിറ്റ് എന്നാണ് പറഞ്ഞത് ട്രക്കിങ്, ആ ഒരു ഫാളിങ്. അവരുടെ 10 മിനിറ്റ് നമ്മുടെ ഒരു 30 മിനിറ്റാണ്, 2 ഇരട്ടിയാണ് നമുക്കെടുക്കുന്ന ടൈം കയറി വരാൻ വേണ്ടിയിട്ട്. ഇതുവരെയും സ്ട്രെയിറ്റ് വഴി തന്നെ ഗൈഡ് ഇല്ലാണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു ഫാളും രണ്ടാമത്തെ ഒരു കേവിൻ്റെ അടുത്ത് വരെ പോകുന്നതും. എന്താവും എന്നുള്ളത് നമുക്ക് നോക്കാം. നേരെ കാണുന്ന വഴിയിൽ താഴത്തെ പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളും നേരത്തെ പോയിട്ടുള്ളവർ ഉപയോഗിച്ചിട്ട് ഇട്ടേക്കുന്നത്, അത് വെച്ചിട്ടാണ് നമ്മൾ വഴി ഉറപ്പ് വരുത്തുന്നത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴൊരു ഡൗട്ട്, ഇവിടെ ഒന്നും കാണുന്നില്ല. നമുക്ക് നോക്കാം ഇത് തന്നെയാണോ അല്ലേ എന്നുള്ളത്. കേവ് കണ്ടുപിടിക്കാൻ പറ്റാത്ത വിഷമത്തിൽ നമ്മൾ ഫാൾസ് മാത്രം കണ്ടിട്ട് റിട്ടേൺ പോവുക. ഇവിടെ ഒരുപാട് വഴിയുണ്ട്, നമുക്ക് ഭ്രാന്തായി പോകാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്നിട്ടും പോകാൻ നോക്കി കിട്ടിയില്ല. ചില സ്ഥലങ്ങൾ ഗൈഡ് കമ്പൽസറിയാണ്, കാര്യം എന്താണെന്ന് ഇവിടെ ഒത്തിരി ഡീവിയേഷൻസ് ഉണ്ട്, അവർക്കാകുമ്പോൾ അത് പക്കായിട്ട് മനസ്സിലാവും. മാത്രമല്ല ഇവിടെ ഗൈഡിന് നമ്മൾ മസ്റ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വഴിയോ അല്ലെങ്കിൽ ഒരു പ്ലേസിൻ്റെ ടാഗോ ഒന്നും അവന്മാർ വെച്ചിട്ടില്ല. എല്ലാം അതായത് മാർക്കിംഗ് ആയിട്ട് ഇന്നടുത്തോട്ടാണ് പോകേണ്ടത്, ട്രാക്ക് ചെയ്യാൻ ഒരു പരിപാടി പോസ്റ്ററോ ബോർഡോ ഒന്നുമില്ല. അപ്പോൾ അവന്മാർക്ക് മാത്രമേ ഇത് അറിയത്തുള്ളൂ. നമ്മൾ വന്നിറങ്ങിയ സമയത്ത് അവിടെ ഗൈഡ്സും ഇല്ലായിരുന്നു, പക്കാ അതൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ വാട്ടർഫാള് തൂക്കി, പക്ഷെ കേവ് തൂക്കാൻ പറ്റിയില്ല. പക്കാ കാട് എന്ന് പറഞ്ഞാൽ ഒരു അടയാളങ്ങളും ഇല്ലാതെ സൗണ്ടും വെച്ച് ജസ്റ്റ് എന്തെങ്കിലും കാര്യങ്ങൾ റോഡിൽ കിടക്കുന്നത് മനസ്സിലാക്കി മാത്രം പോകണം. അവിടുന്ന് നമ്മൾ വന്ന വഴിയല്ലാതെ വേറെ ഷോർട്ട് കട്ട് വഴിയുണ്ട്. ഇവിടെ വെച്ചിട്ടൊരു ഹട്ടുണ്ട്, അതായത് മേളിൽ നിന്ന് ഇറങ്ങിയിട്ട് വന്ന് റൈറ്റ് സൈഡ് ഹട്ടുണ്ട്. ഈ കാണുന്ന ഷോർട്ട് വഴി പിടിച്ചു കഴിഞ്ഞാൽ എളുപ്പം എത്താമെന്നാണ് പറഞ്ഞത്. എത്രമാത്രം കൺഫേം എന്ന് അറിഞ്ഞുകൂടാ, നമുക്ക് എന്തായാലും നോക്കാം, പോയി നോക്കാം. വ്യൂ നോക്ക്. സക്സസ്ഫുള്ളി വിത്ത് പഴം ട്രക്കിങ് കഴിഞ്ഞു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ മോനെ മസ്റ്റ് എക്സ്പീരിയൻസ് ആണോ മോനെ? ഞങ്ങൾ എത്ര കലോറി പറഞ്ഞാൽ അറിയൂടാ, അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്യും. 600 ട്രക്കിങ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടും. അതാ കേവ് കാണാൻ പറ്റാത്തതിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം കിടന്നായിരുന്നു. ലിക്മെന്റ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും. എന്താ ഭാഗത്ത് അടിപൊളി. അപ്പോൾ നമ്മുടെ ട്രിപ്പ് ഇന്നത്തോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. ഇനി നേരെ ഷിലോങ്ങിൽ ചെന്നുള്ള ബൈക്ക് നമുക്ക് റിട്ടേൺ കൊടുക്കണം. അവിടെ നേരെ ഗുവാഹട്ടി നമുക്ക് രാവിലെ ട്രെയിൻ ഉണ്ട്, 7 മണിക്കാണ്. അപ്പം രാത്രി തന്നെ അങ്ങോട്ട് പിടിക്കണം. അങ്ങനെ നമ്മളിനി രാത്രി മൊത്തം റൈഡ്.
ബൈ. Bye.